കഴിഞ്ഞ 6 ആഴ്ചയ്ക്കിടെ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 10% ഉയരുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4-ൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഇന്ത്യൻ കമ്പനികൾ കാഴ്ചവെച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറിലെയും കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിരുന്നു. ആവറേജ് കമ്പനികളുടെ എബിറ്റയിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 5 മുതൽ 9% വളർച്ച കമ്പനികൾ കൈവരിക്കുകയും ചെയ്തു. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് എന്ന സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് ഏപ്രിൽ മാസത്തോടുകൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് എന്ന സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു വന്നതും മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴും അനിശ്ചിതത്വം പ്രകടമാണ്. ഒന്നാമത്തേത് ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം. ഇതുകൂടാതെ ചൈനയുടെ സ്ലോ ഗ്രോത്തും US-ലെ ഇൻട്രസ്റ്റ് റേറ്റിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയും ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചു വരുന്നതുമൊക്കെ മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്നു. അതേസമയം ഗ്ലോബൽ മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ സ്റ്റേബിളും പോസിറ്റീവ് ഔട്ട്ലുക്കും വെച്ച് പുലർത്തുന്നു. വരുന്ന 6 മാസത്തിനുള്ളിൽ RBI 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് പ്രമുഖ ബ്രോക്കേജുകൾ വിശ്വസിക്കുന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഉത്തേജനം നൽകുന്ന പ്രധാന ഫാക്ടറായി മാറി. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഡ്രോൺ സാങ്കേതികവിദ്യയും മിസൈൽ സാങ്കേതികവിദ്യയും വ്യോമയുദ്ധ സംവിധാനങ്ങളുമൊക്കെ ഇന്ത്യയുടേത് വളരെ മികച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ സൈനിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുകയും കൂടുതൽ ഡിഫൻസ് പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ചും തദ്ദേശീയമായി നിർമ്മിക്കുന്ന കൂടുതൽ ഡിഫൻസ് പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതിൽ സൈനിക ഹാർഡ്വെയർ, ഡ്രോണുകൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, സ്മാർട്ട് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഇന്ത്യ ഗണ്യമായ കാപ്പെക്സ് അല്ലെങ്കിൽ ഗണ്യമായ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ 20 GW പ്ലസ് ശേഷിയുള്ള പല ജലവൈദ്യുത പ്രോജക്റ്റുകളും ആരംഭിച്ചേക്കും. EPC, SPC ജലവൈദ്യുത പ്രോജക്റ്റുകൾ എന്നിവയൊക്കെ വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസ് സെക്ടറിലും മികച്ച രീതിയിലുള്ള ഉണർവ് വരാനും സാധ്യതയുണ്ട്. ഇവിടെ മൺസൂണും ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കും. മൺസൂണിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതും ഇന്ത്യയ്ക്ക് മികച്ച മൺസൂൺ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഓട്ടോ, ഹോട്ടൽസ്, എയർലൈൻ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പെയിൻറ്റ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ സെക്ടറിലെ കമ്പനികളൊക്കെ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ക്യാപിറ്റൽ ഗുഡ്സ്, ഡിഫൻസ്, ഹോസ്പിറ്റൽ, ഫാർമ, ടെലികോം, എയർലൈൻ, ട്രാവൽ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ പ്രഭുദാസ് ലീലാധർ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി പ്രഭുദാസ് ലീലാധറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് പരിഗണിക്കേണ്ട ചില ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ABB ഇന്ത്യ, ഭാരതി എയർടെൽ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ICICI ബാങ്ക്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ITC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈറ്റാൻ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ലാർജ് ക്യാപ് സെക്ടറിൽ നിന്നും പ്രഭുദാസ് ലീലാധർ സജസ്റ്റ് ചെയ്യുന്നത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറിൽ നിന്നും ആസ്ട്രൽ ലിമിറ്റഡ്, ഷാലെ ഹോട്ടൽസ്, ക്രോംപ്ടൺ ഗ്രീവ്സ് ആൻഡ് കൺസ്യൂമർ, ഐറിസ് ലൈഫ് സയൻസ്, KEI ഇൻഡസ്ട്രീസ്, IRCTC തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പ്രത്യേകമായും ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റോക്ക് ആൾറെഡി ബോട്ടം ലെവലിൽ നിന്നും വളരെയധികം ഉയർന്നു കഴിഞ്ഞെങ്കിലും $1.9 ട്രില്യൺ മികച്ച ഓർഡർ ബുക്കും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന, അതായത് ഇപ്പോഴത്തെ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് അനുകൂലമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷവും സ്റ്റോക്കിൻ്റെ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുമെന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി പ്രഭുദാസ് ലീലാധർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് റെയിൻബോ ചിൽഡ്രൻസ് ആൻഡ് മെഡിക്കെയർ. ഹോസ്പിറ്റൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മികച്ചതാണ്. കൂടാതെ ലൈറ്റ് ഹബ് ആൻഡ് സ്പോക്ക് മോഡലുള്ള ബിസിനസ് മോഡലും മികച്ച മാർജിനുകളും കമ്പനിയുടെ അഗ്രസീവ് എക്സ്പാൻഷൻ പ്ലാനിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 780 ബെഡ് കപ്പാസിറ്റിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ 10% CAGR വളർച്ചയും 26% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ CAGR കമ്പനി അച്ചീവ് ചെയ്തു കഴിഞ്ഞു.
2027 ഫിനാൻഷ്യൽ ഇയറിലും 28 ഫിനാൻഷ്യൽ ഇയറിലും കമ്പനിയുടെ എബിറ്റയിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ 1785 രൂപയുടെ ബൈ എന്ന റേറ്റിംഗ് ആണ് പ്രഭുദാസ് ലീലാധർ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്